എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഈ ഒരു ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു FIUGP 2024-25 ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അത് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് iHerb എന്ന് പറഞ്ഞുള്ള ആ ഒരു നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കണ്ട പോലത്തെ ആ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു CAP IDയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനുള്ള ലിങ്ക് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങൾ പ്രകാരം ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് https admission.uoc.ac.in എന്ന പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് അറിയാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അതത് കോളേജുകളിൽ 31-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്ത് സ്ഥിരം, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും തുടർന്ന് വരുന്ന അഡ്മിഷൻ പ്രക്രിയയിൽ നിന്നും പുറത്താവുന്നതും ആയിരിക്കും. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടച്ച ശേഷമാണ് കോളേജുകളിൽ പ്രവേശനത്തിന് ഹാജരാവേണ്ടത്, അത് പ്രവേശനം എടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം മാൻഡേറ്ററി ഫീസ് അടക്കണം. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ വീണ്ടും അടക്കേണ്ടതില്ല. സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയാണ് വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടത്. അത് സ്റ്റുഡൻറ്റ് ലോഗിനിൽ നിങ്ങൾക്ക് ഈ ഒരു മാൻഡേറ്ററി ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഫീസ് അടക്കേണ്ടത്. അതുപോലെ തന്നെ പ്രവേശനത്തിന് ഹാജരാകുന്നതിന് മുമ്പ് കോളേജുമായി ബന്ധപ്പെടേണ്ടതും പ്രവേശനത്തിനായിട്ട് അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കേണ്ടതുമാണ്. അതുപോലെ കോളേജിൽ ഫീസ് വല്ലതും അടക്കേണ്ടതുണ്ടെങ്കിൽ അതും കൂടി ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികളെ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ ഈ ഒരു വിദ്യാർത്ഥികൾ ഈ നിർബന്ധമായിട്ട് 31-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യേണ്ടതാണ്. സ്റ്റുഡൻറ്റ് ലോഗിനിലെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന മെനുവിലൂടെയാണ് ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റദ്ദ് ചെയ്ത ഹയർ ഓപ്ഷനുകൾ പ്രസ്തുത മെനുവിൽ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. കാരണം പിന്നീട് ഹയർ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു ഓപ്ഷനെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആയത് നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതാണ്. ഇതോടെ മുമ്പ് ലഭിച്ചിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ 3ാം അലോട്ട്മെൻറ്റിനെ തുടർന്ന് കോളേജ് പ്രോഗ്രാം ഓപ്ഷനുകൾ ഉൾപ്പെടെ വിവരങ്ങൾ തിരുത്തുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് 15 മുതൽ 18-ാം തീയതി, അതായത് ജൂലൈ 18-ാം തീയതി വരെ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് സർവ്വശാല എഡിറ്റിംഗ് സൗകര്യം നൽകിയിട്ടുണ്ടായിരുന്നു. അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുകയാണെങ്കിൽ അപേക്ഷ പൂർത്തീകരിക്കേണ്ടതും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതും അത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ച വിദ്യാർത്ഥികളെ എഡിറ്റ് ചെയ്ത് അപേക്ഷ പൂർത്തീകരിച്ചാൽ മാത്രം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുള്ളൂ എന്ന് സർവ്വശാല നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. നിരവധി വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിക്കുകയും എന്നാൽ അപേക്ഷ പൂർത്തീകരിക്കാത്തതുമായിട്ടുള്ള സാഹചര്യത്തിൽ പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ പൂർത്തിയാക്കുന്നതിനുള്ള സൗകര്യം 22-ാം തീയതി മുതൽ 23-ാം തീയതി വരെ സ്റ്റുഡൻറ്റ് ലോഗിനിൽ ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രസ്തുത വിവരം പത്രക്കുറിപ്പ് മുഖേനയും വ്യക്തിഗത SMS മുഖാന്തരവും വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുള്ളതാണ്. അതിനാൽ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ച് അപേക്ഷ പൂർത്തീകരിക്കാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലോ റാങ്ക് ലിസ്റ്റുകളിലോ ഉൾപ്പെടുന്നതായിരിക്കില്ല. ഈ ഒരു വിദ്യാർത്ഥികൾക്ക് 7/8/2024 ശേഷം ലോഗിൻ ചെയ്ത് അപേക്ഷ പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.